അടുത്ത് പഠിക്കാനുള്ള ടോപ്പിക്ക് ഇൻവേർട്ടിബിൾ ഫങ്ഷൻസ് ആണ്. ഇൻവേർട്ടിബിൾ ഫങ്ഷൻസ്. ഇപ്പോൾ ക്ലാസ്സിന് മുന്നേ ഞാൻ വേറൊരു കാര്യം കൂടി പറയാം. ഈ പറയുന്നതിൽ എന്തെങ്കിലും ഡൗട്ട് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ടെലിഗ്രാം ലിങ്ക് ഇതിനകത്ത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ടാവും. ടെലിഗ്രാം ഒരു മെസ്സേജിങ് ആപ്പാണ്, പലർക്കും അറിയാമായിരിക്കും അല്ലേ. അപ്പോൾ അതിനകത്ത് ആ ഒരു ചാനൽ ലിങ്ക് ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് വന്നിട്ട് എൻ്റെ അടുത്ത് ഡൗട്ട് എന്തെങ്കിലും ഇതിനകത്ത് പറയുന്നതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇതുപോലെ ഈ പറയുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ഇപ്പോൾ കവർ ഉണ്ടാവില്ല, എക്സാമ്പിൾ ക്വസ്റ്റ്യൻസൊക്കെ. അപ്പോൾ അത് നിങ്ങൾക്ക് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ആ ടെലിഗ്രാം ചാനലിൽ പറയാം, ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഇൻവേർട്ടിബിൾ ഫങ്ഷൻസ് നോക്കാം. ഇൻവേർട്ടിബിൾ ഫങ്ഷൻസ് ആദ്യം എന്താണ് ഒരു ഫങ്ഷൻ ഇപ്പോൾ എക്സ് ടു വൈ എന്നുള്ളതൊരു ഫങ്ഷൻ ആണെങ്കിൽ എഫ് ഇൻവേഴ്സ് നമുക്ക് എന്ത് പറയാം, വൈ ടു എക്സ് ആയിരിക്കും. അപ്പോൾ ഇൻവേഴ്സ് ഓഫ് എ ഫങ്ഷൻ എന്ന് പറയുമ്പോൾ എഫ് ഈസ് ഫ്രം എക്സ് ടു വൈ ആണെങ്കിൽ എഫ് ഇൻവേഴ്സ് ഈസ് ഫ്രം വൈ ടു എക്സ് ആയിരിക്കും. ഓക്കെ, അതാണ് ഒരു ഇൻവേഴ്സ് ഓഫ് എ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഈ ഇൻവേർട്ടിബിൾ ഫങ്ഷൻ്റെ ഡെഫിനിഷൻ നോക്കാം. എ ഫങ്ഷൻ എഫ് ഫ്രം എക്സ് ടു വൈ is said to be invertible if there exists a function g that is from y to x such that g of f is equal to ix. Ix means identity function and f of g is equal to iy. ഇതാണ് നമ്മുടെ കണ്ടീഷൻ. അപ്പോൾ ഒരു ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻ്റെ കണ്ടീഷൻ എന്താണ്? ഇഫ് എഫ് ഈസ് എ ഫംഗ്ഷൻ ഫ്രം എക്സ് ടു വൈ ആൻഡ് ജി ഈസ് എ ഫംഗ്ഷൻ ഫ്രം വൈ ടു എക്സ്, if it is an invertible function, there exists g of f that is equal to ix and f of g is equal to iy. എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ രണ്ട് ഫംഗ്ഷൻ ഉണ്ട്, എഫും ജിയും. ഓക്കെ, എഫ് എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എക്സ് ടു വൈ ആണ്, ജി ഡിഫൈൻ ചെയ്തിരിക്കുന്നത് വൈ ടു എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജി ഓഫ് എഫ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതല്ലേ കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷനിൽ. അപ്പം ജി ഓഫ് എഫ് എടുക്കുമ്പോൾ ഐ എക്സ് കിട്ടണം, എന്ന് വെച്ചാൽ ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ കിട്ടണം, ദാറ്റ് മീൻസ് എക്സ് എന്ന് കിട്ടണം. ഇനി എഫ് ഓഫ് ജി എടുക്കുമ്പോഴോ എഫ് ഓഫ് ജി എന്ന് എടുക്കുമ്പോൾ ഐ വൈ അഥവാ അല്ലെങ്കിൽ വൈ എന്ന് കിട്ടണം. അങ്ങനെയാണെങ്കിൽ എന്ത് പറയാം, അവിടെ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് പറയാം. മനസ്സിലായോ? ഇപ്പോൾ ഈ ഐ എക്സ് എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിറ്റി ഫംഗ്ഷനാണ്. ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ എന്താണെന്നറിയോ, ഒരു ഫംഗ്ഷനിൽ നിന്ന് അതിലേക്ക് തന്നെ ഉണ്ടാവും. ഇപ്പോൾ ഒരു ഫംഗ്ഷൻ ഇങ്ങനെ ആയിരിക്കും മാപ്പ് ചെയ്യുക. ഇതിന് 1 2 3 എന്നുണ്ടെങ്കിൽ അവിടെയും 1 2 3 എന്ന് തന്നെ ഉണ്ടാവും. 1 1ലേക്കും 2 2ലേക്കും 3 3ലേക്കും മാപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഒരു എലമെൻറ്റ് അതിലേക്ക് തന്നെ മാപ്പ് ചെയ്യാണ്, ഒരേ മാപ്പിംഗ് ആയിരിക്കും. അങ്ങനെയുള്ള ഫംഗ്ഷനാണ് ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമ്മുടെ കണ്ടീഷൻ ഇതാണ്, ജി ഓഫ് എഫ് ഐ എക്സ് ആയിരിക്കണം, എഫ് ഓഫ് എഫ് ജി ഐ വൈ ആയിരിക്കണം. അതായത് ജി ഓഫ് എഫ് എക്സ് ആയിട്ട് കിട്ടും, എഫ് ഓഫ് ജി വൈ ആയിട്ട് കിട്ടും. നമുക്കിനി അതിൻ്റെ ഒരു പ്രോബ്ലം നോക്കാം. ഇനി എഫ് എന്ന ഒരു കാര്യം കൂടിയുണ്ട്. എഫ് എന്നുള്ളൊരു ഫംഗ്ഷൻ ഇൻവേർട്ടിബിൾ ആകണമെങ്കിൽ, എഫ് എന്നുള്ളൊരു ഫംഗ്ഷൻ ഇൻവേർട്ടിബിൾ ആകണം എന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം, എഫ് വൺ ഒരു 1 1 ഫംഗ്ഷനും ആയിരിക്കണം, അതുപോലെ തന്നെ 1 2 ഫംഗ്ഷനും ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, എഫിനെ ഇൻവേർട്ടിബിൾ ആക്കാൻ പറ്റൂ. അങ്ങനെയും കൂടി ഒരു പോയിന്റ് ഉണ്ട്. അപ്പോൾ എന്താണ്, എഫ് ഒരു ഇൻവെർട്ടിബിൾ ഫംഗ്ഷൻ ആവണമെങ്കിൽ എഫ് എന്തായിരിക്കണം, 1 1 ആയിരിക്കണം, അതുപോലെ തന്നെ ഓൺ 2 ആയിരിക്കണം. നമുക്ക് അറിയാവുന്നതാണല്ലോ 1 1 ആൻഡ് ഓൺ 2. നമ്മൾ ഒത്തിരി ക്വസ്റ്റ്യൻസ് ചെയ്തതാണ് 1 1 ആണോ ഓൺ 2 ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാനായിട്ട് അല്ലേ. അപ്പോൾ എഫ് ഇൻവെർട്ടിബിൾ ആവണം എന്നുണ്ടെങ്കിൽ എന്താണ്, 1 1 ആയിരിക്കണം, ഓൺ 2 ആയിരിക്കണം. ഇനി ഇതേ ഒരു പ്രോബ്ലം ഉണ്ട്. പ്രോബ്ലം ഇതാണ്. പ്രോബ്ലത്തിൽ എന്താ പറയുന്നതെന്നറിയോ, ഇപ്പോൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എൻ ടു വൈ ആണ് ഒരു ഫംഗ്ഷൻ. എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എൻ ടു വൈ ആണ്. എൻ ഈസ് ദ നാച്ചുറൽ സെറ്റ് തന്നെയാണ്, നാച്ചുറൽ നമ്പർ തന്നെയാണ്. ഇനി എഫ് എക്സ് ഇസ് ഈക്വൽ ടു 4x + 3, വൈ ഈസ് ഈക്വൽ ടു വൈ എലമെൻറ്റ് ഓഫ് എൻ സച്ച് ദാറ്റ് വൈ ഈസ് ഈക്വൽ ടു 4x + 3 ആണെന്നും പറഞ്ഞിട്ടുണ്ട്. എക്സ് ഈസ് ദ എലമെൻറ്റ് ഓഫ് എൻ. ഓക്കെ, അപ്പോൾ ബൈ ഡെഫിനിഷൻ നമുക്ക് എന്തറിയാം, ഒരു y ഈസ് ഈക്വൽ ടു, നമുക്കതിനെ അപ്പോൾ എങ്ങനെ സൊല്യൂഷൻ എഴുതാം, ആദ്യം എഴുതാം y ഈസ് ഈക്വൽ ടു 4x + 3. അത് ഗിവൺ ആണ്, ഇത് ക്വസ്റ്റ്യൻ ആണേ. y ഈസ് ഈക്വൽ ടു 4x + 3. ഇനി നമുക്ക് അതിൽ നിന്ന് എക്സ് എന്ത് കണ്ടുപിടിക്കാം, എക്സ് എന്തായിരിക്കും,
4x is equal to y minus 3. x is equal to എന്ത് കിട്ടും? y minus 3/4 അല്ലേ? അതിൽ നിന്ന് എക്സ് അങ്ങനെയല്ലേ കിട്ടുക? അപ്പോൾ നമുക്കിനി ഈ എക്സ് എന്ന് പറയുന്നതാണ് ശരിക്കും g of y. g of y is equal to y minus 3/4 എന്ന് കിട്ടും. g of y is equal to y minus 3/4. ഇനി നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? ഷോ ദാറ്റ് എഫ് ഈസ് ഇൻവേർട്ടിബിൾ ആൻഡ് ഫൈൻഡ് ദ ഇൻവേഴ്സ് എന്നാണ്. ഷോ ദാറ്റ് ആദ്യം നമ്മൾ വൈ ഇതുപോലെ എഴുതാം, എന്നിട്ട് അതിൽ നിന്ന് എക്സ് എന്താണെന്ന് വെച്ചാൽ എക്സ് എഴുതാം. ആ എക്സ് തന്നെയാണ് എന്ത്? എക്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ എക്സിൻ്റെ ടേമിൽ കിട്ടിയില്ലേ, അത് തന്നെയാണ് അതിൻ്റെ. ഇപ്പോൾ നമുക്ക് വൈ ഉണ്ട്, എക്സ് ഉണ്ട് അല്ലേ, ജി ഓഫ് വൈ ഉണ്ട്. ഇനി നമുക്ക് എന്ത് കാണണം? ജി ഓഫ് എഫ് ഓഫ് എക്സ് കാണണം. എന്ന് പറഞ്ഞാൽ എന്താ? ജി ഓഫ് എഫ് ഓഫ് എക്സ്. എങ്ങനെ കാണുന്നത്? ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്താണ്? എഫ് ഓഫ് എക്സ് അല്ലെങ്കിൽ വൈ എന്തായിട്ടായിരുന്നു തന്നിരുന്നത്? എഫ് ഓഫ് എക്സ് എന്തായിരുന്നു? 4x + 3 അല്ലേ? 4x + 3. ഇനി ഈ ജിയുടെ ഫംഗ്ഷനിൽ വൈയുടെ പ്ലേസിൽ 4x + 3 ഇടുക. അപ്പോൾ അതെങ്ങനെ വരും? 4x + 3. അപ്പോൾ ഈ വൈയുടെ പാർട്ടായി -3/4. അപ്പോൾ ഈ 3 ക്യാൻസൽ ആയി പോയില്ലേ? എന്താ ബാക്കിയുള്ളത്? 4x/4. ദാറ്റ് ഈസ് 4ഉം 4ഉം ക്യാൻസൽ ആയി പോയി, എക്സ് എന്ന് കിട്ടി. ഇങ്ങനല്ലേ നമുക്ക് കിട്ടേണ്ടത്? ഇൻവേർട്ടിബിൾ ആണെങ്കിൽ ജി ഓഫ് എഫ് ഓഫ് എക്സ് എടുക്കുമ്പോൾ എന്ത് കിട്ടണം? എക്സ് എന്ന് കിട്ടണം. എങ്കിലാണ് എന്ത് പറയാൻ പറ്റുക? അതായത് ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒരു ഐഡൻറ്റിറ്റി ഫംഗ്ഷനായിട്ട് അല്ലെങ്കിൽ ഒരു എക്സ് ആയിട്ട് കിട്ടി. സോ എന്താ അത്? ഒരു പാർട്ടായി ഇല്ലേ? ഇനി തിരിച്ചുള്ളതും കൂടി വൈ എന്നും കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ഈ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഈ ഫംഗ്ഷൻ എന്താ? ഈ തന്നിക്കുന്ന ഫംഗ്ഷൻ ഇൻവേർട്ടിബിൾ ആണെന്ന് പറയാം. ഇവിടെ മനസ്സിലായില്ലേ? ജി ഓഫ് എഫ് ഓഫ് എക്സ് കഴിഞ്ഞ ദിവസം പഠിച്ചതാണ്, കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻ. അത് മനസ്സിലായിട്ടില്ലെങ്കിൽ ആ വീഡിയോ ഒന്നും കൂടി കണ്ടിട്ട് ഇത് ചെയ്യണം. ഓക്കെ, അപ്പോൾ ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ എഫ് ഓഫ് എക്സ് നമുക്ക് തന്നിട്ടുണ്ട് വൈ, അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് എന്താ? 4x + 3. 4x + 3യുടെ ഇപ്പോൾ ജി ഓഫ് 4x + 3 ആണ് വേണ്ടത്. ജിയുടെ ഫംഗ്ഷൻ എന്താ? y minus 3/4 ഇല്ലേ? അപ്പോൾ വൈയുടെ പ്ലേസിൽ നമ്മൾ എന്ത് ചെയ്യും? 4x + 3 പുട്ട് ചെയ്യും. പിന്നെ ഒരു +3, 4x + 3 അതുപോലെ വെച്ചു. പിന്നെ വൈയിലൊരു -3 ഉണ്ട്, അപ്പോൾ ആ -3 അതുപോലെ വയ്ക്കുക /4. ഇതിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഇത് നമ്മൾ ഇതിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? എക്സ് എന്ന് കിട്ടും. അപ്പോൾ ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്നുള്ളത് എക്സ് എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത്? തിരിച്ചുള്ള ഫംഗ്ഷൻ ചെയ്യണം. തിരിച്ചുള്ളത് എങ്ങനെ ചെയ്യേണ്ടത്? എഫ് ഓഫ് ജി ഓഫ് എക്സ് വേണം. എഫ് ഓഫ് ജി ഓഫ് എക്സിനെ എങ്ങനെ എഴുതാം? എഫ് ഓഫ് ജി ഓഫ് എക്സ് ഇല്ലേ? ഇനി എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്തായിരിക്കും? എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്താണ്? y minus 3/4 ആണ് ഇല്ലേ? ഇനി ആ y minus 3 എഫ് ഓഫ് എക്സ് എന്താ? 4x + 3. അപ്പോൾ എക്സിൻ്റെ പ്ലേസിൽ ഇനി നമ്മൾ എന്ത് കൊടുക്കും? എക്സിൻ്റെ പ്ലേസിൽ ഈ 4 ഇത് കൊടുക്കും ഇല്ലേ? y minus 3/4. ഓക്കെ, ഈ 4 അതുപോലെ തന്നെ ഉണ്ട്. ഇനി ആ വൈയുടെ പ്ലേസിൽ y minus 3/4 കൊടുത്തു. പിന്നെ നമുക്കിനി എന്തുണ്ട്? ഈ 3 ഇല്ലേ? +3. മനസ്സിലാകുന്നുണ്ടോ? ഈ 4 ഇൻറ്റു ഈ എക്സിൻ്റെ പ്ലേസിലാണ് നമ്മുടെ ഈ ഫംഗ്ഷൻ കൊടുക്കേണ്ടത്. y minus 3/4 +4. അപ്പോൾ എന്ത് കിട്ടി? ഈ 4ഉം പോയില്ലേ? ഇനി എന്തുണ്ട്? y minus 3 + 3 ഉണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു y അല്ലേ? അപ്പോഴും എന്ത് കിട്ടി? നമുക്ക് റിക്വയർഡ് ഫംഗ്ഷൻ കിട്ടി. അത് കാണുന്നില്ലേ? ഇപ്പോൾ ഇവിടെ എന്ത് വരും? y മൈനസ് ഇവിടെ കണ്ടോ? y -3 + 3 എന്ന് വരും. ഈ 3 പോയിട്ട് നമുക്ക് എന്ത് കിട്ടും? y എന്നുള്ള ആൻസർ കിട്ടും. ഓക്കെ, y എന്നുള്ള ആൻസർ കിട്ടും. സോ എന്താണിത്? നമ്മുടെ എഫ് ഓഫ് ജി ഓഫ് എക്സും വൈ എന്ന് കിട്ടിയിട്ടുണ്ട്. സോ നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് ഇൻവേർട്ടിബിൾ. അത് തന്നെയായിരുന്നു ഷോ ദാറ്റിൽ ഉണ്ടായിരുന്നത് അല്ലേ? ഇൻവേർട്ടിബിൾ ആണെന്ന് പ്രൂവ് ചെയ്യാനാണ്. പിന്നെ ഫൈൻഡ് ദ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഇത് തന്നെയാണ് ഇൻവേഴ്സ്. ജി ഓഫ് വൈ തന്നെയാണ് ഇൻവേഴ്സ്. അപ്പോൾ ഇൻവേഴ്സും കിട്ടിയിട്ടുണ്ട്. ഇത് എന്താ? ഇൻവേർട്ടിബിൾ ആണെന്ന് പ്രൂവ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? എക്സസൈസ് നമ്പർ 1.3യിലുള്ള 4th ക്വസ്റ്റ്യൻ ചെയ്യാം. ആ 4th ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ
നമ്മൾ തേർഡ് ക്വസ്റ്റ്യൻ കഴിഞ്ഞ ദിവസം ചെയ്തതാണ് കേട്ടോ കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷനിൽ. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇഫ് എഫ് ഓഫ് എക്സ്, ഇതാണ് തന്നേക്കുന്ന എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 4x + 3/6x - 4 എക്സ് നോട്ട് ഈക്വൽ ടു 2/3. എന്താ അത് എക്സ് നോട്ട് ഈക്വൽ ടു 2/3 എന്ന് പറഞ്ഞാൽ എക്സ് 2/3 ആയാൽ താഴെ 0 വരും, അതുകൊണ്ടാണ് കണ്ടീഷൻ. ഓക്കെ, ദെൻ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് എന്നാണ് നമ്മൾ ഷോ ദാറ്റ് ആണ്. എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ഷോ ദാറ്റ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് ആൻഡ് ഫൈൻഡ് എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ്. എങ്ങനെ ചെയ്യാം? എഫ് ഓഫ് എക്സ് ആണ് കാണേണ്ടത്. എഫ് ഓഫ് എക്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? എഫ് ഓഫ് എക്സ് ഇങ്ങനെ എഴുതാലോ. ഇനി എന്ത് വേണം? എഫ് ഓഫ് എക്സ് എന്താണ്? 4x + 3/6x - 4 അല്ലേ? അതല്ലേ എന്ത് എഫ് ഓഫ് എക്സ്. ഇനി എഫിൽ അത് അപ്ലൈ ചെയ്യാം. എഫിൽ ഈ എക്സിൻ്റെ പ്ലേസിൽ ഇത്രയും ഫംഗ്ഷൻ അപ്ലൈ ചെയ്യണം. അപ്പോൾ എങ്ങനെ വരും അത്? 4 കൊണ്ട് കാണില്ല അല്ലേ? ഞാൻ ക്വസ്റ്റ്യൻ ഒന്ന് റബ് ചെയ്യണേ, അല്ലെങ്കിൽ നിങ്ങൾക്കത് കാണില്ല. ഒന്നും കൂടി എഴുതാം. എഫ് ഓഫ് എക്സ് ആണ് കാണേണ്ടത്. അതിന് നമുക്ക് എന്തെഴുതണം? എഫ് ഓഫ് എക്സ് എന്ന് എഴുതണം. ഇനി എഫ് ഓഫ് എന്താ? 4x + 3/6x - 4 എന്നാണ് വേണ്ടത്. ഇതുവരെ നമ്മൾ എഴുതിയത്. ഇനി എഫ് ഓഫ് എന്ന് പറയുമ്പോൾ എന്തുണ്ട്? 4 ആണ് അല്ലേ? അപ്പോൾ ആദ്യം 4, ഈ 4ൻ്റെ ഫംഗ്ഷൻ എക്സിൻ്റെ പ്ലേസിൽ എന്തെഴുതും? ഇത്രയും വരണം. 4x + 3/6x - 4 + 3 4x എഫ് ഓഫ് എക്സ് എന്ന് വെച്ചാൽ അത്ര ഉണ്ടായിരുന്നുള്ളൂ. ഇനി താഴെ എന്തുണ്ട്? 6x - 4 ഉണ്ട് അല്ലേ? ഈ എക്സിൻ്റെ പ്ലേസിൽ വീണ്ടും ഇത് ഇത്രയും വരും. അപ്പോൾ എന്താണ്? 4x + 3/6x 4x + 3/6x - 4. ഇനി എന്താണുള്ളത്? അവിടെ ഒരു -4. മനസ്സിലാവുന്നുണ്ടോ? -4. ഇനി ഇതിനെ സിംപ്ലിഫൈ ചെയ്താൽ മതി. ഓക്കെ, ഈ എഴുതുന്നതിലാണ് കാര്യം. ഈ എഴുതുന്നത് കറക്റ്റാണെങ്കിൽ നിങ്ങൾക്കത് കറക്റ്റായിട്ട് കിട്ടും. ഇപ്പോൾ എന്താ വേണ്ടത്? എഫ് ഓഫ് എക്സ് ആണ് വേണ്ടത്. അപ്പോൾ എന്താണ്? എഫ് ഓഫ് എക്സ് ഓൾറെഡി തന്നിട്ടുണ്ടായിരുന്നത് എന്താ? എഫ് ഓഫ് എക്സ് തന്നത് ഇതായിരുന്നു. എഫ് ഓഫ് എക്സ് തന്നിരിക്കുന്നത് ഇതായിരുന്നു. 4x + 3/6x - 4 എന്നായിരുന്നു. ഓക്കെ, ഇതായിരുന്നു നമ്മുടെ എഫ് ഓഫ് എക്സ്. അപ്പോൾ എന്താണ്? ഈ എഫ് ഓഫ് എക്സിനെയാണ് നമ്മൾ എന്ത് ചെയ്തത്? ഈ എഫ് ഓഫ് എക്സിൽ ആ വാല്യൂ കൊടുത്തു. ഈ എഫ് ഓഫ് എക്സ് എടുത്തു, ഇവിടെ കൊടുത്തു. ഓക്കെ, ഇനി എന്ത് വേണം? ഇനി എഫ് ഓഫ് എക്സിൽ എന്തുണ്ട്? 4. ആ 4ൻ്റെ എക്സിലെ 4 കഴിഞ്ഞിട്ടുള്ള എക്സിന് പകരം നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും? ഈ ഫംഗ്ഷൻ മൊത്തത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ 4 × 4x + 3/6x - 4 പ്ലസ് ഈ 3 ആണ് ഈ 3. ഓക്കെ അല്ലേ? ഇത് +3 ബൈ ഇനി എന്തുണ്ട്? 6x. ഈ എക്സിൻ്റെ ഇവിടെ വീണ്ടും ഈ ഫംഗ്ഷൻ മൊത്തത്തിൽ അപ്ലൈ ചെയ്യണം. 6x. അപ്പോൾ 4x + 3/6x - 4 -4. ഈ -4 എന്ന് പറയുന്ന ഈ -4. ഓക്കെ, അപ്പോൾ അങ്ങനെ വേണം അത് അപ്ലൈ ചെയ്യാനായിട്ട്. ഇനി എന്താണ്? ഇനി സിംപ്ലിഫൈ ചെയ്താൽ മതി. എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം? ഞാൻ ഇങ്ങോട്ട് എഴുതുവാണേ. ഇങ്ങോട്ട് എഴുതണം. ഇപ്പോൾ എന്ത് വരും? ഇത് ഇൻറ്റു ചെയ്യുമ്പോൾ എന്ത് വരും? 16x + 12 + 3 ആണല്ലോ. ഇവിടെ LCM എടുക്കണം. അപ്പോൾ എന്ത് വരും? ഇവിടെ ഈ ഫംഗ്ഷൻ ഇവിടെ LCM എടുക്കണേ. അപ്പോൾ 16x + 12 + 3 ഇൻറ്റു ഇത് ഇത്രയും വരും. എന്താ? 6x - 4. 6x - 4 ബൈ ഇവിടെ എന്താണ്? 6 × 4 24x + 18 - 4 ഇൻറ്റു ഇതിവിടെ പോകും. അപ്പോഴോ 6x - 4. ഓക്കെ,
മനസ്സിലാകുന്നുണ്ടോ? ഇനി എന്ത് ചെയ്യണം? ഇതും കട്ടായി പോകും, രണ്ടിൻ്റെ ഡിനോമിനേറ്റർ സെയിം അല്ലേ. അപ്പോൾ ഇനി ഇവിടെ എക്സ്പാൻഡ് ചെയ്ത് എഴുതിക്കേ 16x പ്ലസ് 12 പ്ലസ് ഇതിന് അങ്ങോട്ടേക്ക് ഇൻറ്റു ചെയ്യുമ്പോഴോ 18x മൈനസ് 12 ബൈ ഇവിടെ 24x പ്ലസ് 18 മൈനസ് ഇവിടെ ഇങ്ങോട്ട് ഇൻറ്റു ചെയ്യുമ്പോഴോ ഈ 4 ഇൻറ്റു 6 24x ഇവിടെ മൈനസ് പ്ലസ് ആവും. അത് തെറ്റരുത്. എന്നാ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആണ്, പ്ലസ് 16 അല്ലേ. ഇനി ഇത് രണ്ടും കൂടി എത്ര വരും? 34 വരും. 34x ബൈ ഈ -12 പോയി, ഈ 24x -24x പോയി, താഴെയും എന്ത് തന്നെ വരും? 34 എന്ന് വരും. സോ 34 ക്യാൻസലായി പോയി, എക്സ് എന്ന് കിട്ടി. അപ്പോൾ എന്താണ് കിട്ടിയത്? നമുക്ക് എന്തായിരുന്നു വേണ്ടത്? എഫ് ഓഫ് എക്സ് ആണ്. എക്സ് എന്ന് പ്രൂവ് ചെയ്യണമായിരുന്നു. എഫ് ഓഫ് എക്സ് ആണെന്ന് പ്രൂവ് ചെയ്യണമായിരുന്നു. ഇപ്പം നമ്മളത് പ്രൂവ് ചെയ്തു. മനസ്സിലായോ? അത് പ്രൂഫ് എങ്ങനെയായിരുന്നു? നമ്മൾ എഫ് ഓഫ് എക്സ് ആണ് വേണ്ടത്. അപ്പോൾ എഫ് ഓഫ് എക്സിൻ്റെ പ്ലേസിൽ ആ വാല്യൂ ഇട്ടു. ഇനി ഇത് തന്നെയാണല്ലേ എഫ് ഓഫ് എക്സ്. അപ്പോൾ ആ 4 ഇൻറ്റു എക്സിൻ്റെ പ്ലേസിൽ ഇതിടാം. എന്നിട്ട് നമ്മളിനി സിംപ്ലിഫൈ ചെയ്യുക. ഈ എക്സിൻ്റെ പ്ലേസിൽ താഴെയും അത് തന്നെ ഇടുക. സിംപ്ലിഫിക്കേഷൻ തെറ്റരുത്. ഈ 4 കൊണ്ട് ആദ്യം എന്ത് ചെയ്യണം? അകത്തേക്ക് ഇൻറ്റു ചെയ്യണം. ഇവിടേക്ക് മാത്രം, ഇതിനെ മാത്രം ഇൻറ്റു ചെയ്യണം. പിന്നെ ഈ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ LCM ആയിട്ട് പോകും. ഇനി ഇവിടെയാണെങ്കിലോ ഇവിടെ ഇത് മാത്രം ഇൻറ്റു ചെയ്യുക ഇവിടെ. ഇനി ഇത് ഇവിടേക്ക് LCM ആയിട്ട് പോകും. അതാണ് നമ്മൾ ഇവിടെ ഇൻറ്റു ചെയ്തിരിക്കുന്നത്. 4 ഇൻറ്റു 4 16x പ്ലസ് 12. ഇനി ഈ ഫംഗ്ഷൻ മൊത്തത്തിൽ ഇവിടെ പോകുമ്പോൾ എന്ത് കിട്ടും? 3 ഇൻറ്റു 6x മൈനസ് 4. അപ്പോൾ അത് അകത്തേക്ക് എടുക്കുമ്പോഴാണ് ഇവിടെ എന്താ 3 ഇൻറ്റു 6 18x മൈനസ് 12 എന്ന് വരിക. ഇനി താഴെ എന്തുണ്ട്? താഴെ 6 ഇൻറ്റു 4x 24x പ്ലസ് 18. പിന്നെ ഈ -4ഉം ഇവിടെയുള്ള ഫംഗ്ഷൻ അപ്പുറത്ത് പോകുമ്പോൾ 6x മൈനസ് 4ഉം. അപ്പോൾ അതിനെയും കൂടി എക്സ്പാൻഡ് ചെയ്ത് മൈനസും പ്ലസും എല്ലാം കട്ട് ചെയ്ത് വരുമ്പോൾ 34x ബൈ x 34 എന്ന് വരും. സോ ഇറ്റ് ഈസ് എക്സ്. അപ്പോൾ അത് തന്നെയായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. സെക്കൻഡ് പാർട്ടും കൂടി ഉണ്ടായിരുന്നു. എന്താ പ്രൂവ് ചെയ്യാൻ? എന്താ കാണേണ്ടത്? ഇൻവേഴ്സ് അല്ലേ. ആ ഇൻവേഴ്സ് കാണണം. വാട്ട് ഈസ് ദ ഇൻവേഴ്സ് ഓഫ് എഫ് എന്നായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പോൾ ഇൻവേഴ്സ് കാണാനായിട്ട് നമ്മൾ എപ്പോഴും എന്ത് വേണം? ഗിവൺ ഫംഗ്ഷനെ y ആയിട്ട് എടുക്കാം. y ഈസ് ഈക്വൽ ടു 4x പ്ലസ് 3 ബൈ 6x മൈനസ് 4. ഗിവൺ ഫംഗ്ഷനെ y ആയിട്ട് എടുക്കണം. ഇനി ഇതിൽ നിന്ന് എക്സ് എന്താണെന്ന് കണ്ടുപിടിക്കണം. എന്ത് ചെയ്യണം? ഇവിടെ കൊണ്ടുവന്ന് ഇൻറ്റു ചെയ്യാം. അപ്പോൾ 6xy മൈനസ് 4y ഈസ് ഈക്വൽ ടു 4x പ്ലസ് 3 എന്ന് വരും അല്ലേ. ഇനി എക്സിനെ ഒരിടത്തും വൈയെ ഒരിടത്തും കൊണ്ടുപോകാം. അപ്പം 6xy മൈനസ് ഈ 4 ഇപ്പുറത്ത് വരും. അപ്പോൾ എന്ത് കിട്ടും? 4x. ഈ 4y അപ്പുറത്ത് പോയി 4y പ്ലസ് 3. ഇതിൽ നിന്ന് ഒരു എക്സ് പുറത്തെടുത്താൽ എന്തൊക്കെ വരും? 6y മൈനസ് 4 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 4y പ്ലസ് 3. ഇനി എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 4y പ്ലസ് 3. ഇവിടെ ഇൻറ്റു അല്ലേ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ എന്ത് വരും? ഈ സംഭവം ഈ ഒരു ടേം ഇവിടെ വരുമ്പോൾ എന്ത് വരും? അത് ഡിവിഷൻ ആയിട്ട് വരും. ഓക്കെ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എക്സ് ഇസ് ഈക്വൽ ടു 4y പ്ലസ് 3 ബൈ 6y മൈനസ് 4 എന്ന് കിട്ടി. ഇത് തന്നെയാണ് എന്ത്? എഫ് ഇൻവേഴ്സ് എക്സ്. അപ്പോൾ എക്സ് നമുക്ക് എന്ത് കിട്ടും? അത് തന്നെയാണ് നമ്മുടെ ഇൻവേഴ്സ്. അപ്പോൾ എഫ് ഇൻവേഴ്സ് എക്സ് എന്ന് മാറ്റി എഴുതാം. എഫ് ഇൻവേഴ്സ് എക്സ് എന്നുള്ളത് നമ്മൾ എങ്ങനെ മാറ്റി എഴുതും? എഫ് ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു ഈ വൈയുടെ പ്ലേസിലെല്ലാം എക്സ് ആയിട്ട് എഴുതിയാൽ മതി. 4x പ്ലസ് 3 ബൈ 6x മൈനസ് 4. അപ്പോൾ ഇതാണ് നമ്മുടെ എഫ് ഇൻവേഴ്സ് എക്സ്, അല്ലെങ്കിൽ ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് ഓഫ് ദ ഫംഗ്ഷൻ. ഓക്കെ. അപ്പോൾ വൈ എഴുതാം. y ഇസ് ഈക്വൽ ടു ആ ഫംഗ്ഷൻ നെയിം കൊടുക്കുക. അതിൽ നിന്ന് എക്സ് എന്താണെന്ന് കണ്ടുപിടിക്കുക. അവസാനത്തെ സ്റ്റെപ്പിൽ എഫ് ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നത് എക്സിനും വൈയും മാറ്റി എഴുതിയാൽ മതി. അങ്ങനെയാണ് നമ്മൾ ഇൻവേഴ്സ് കാണുന്നത്. ഇപ്പോൾ നമുക്ക് കിട്ടുന്നത് എക്സ് ഇസ് ഈക്വൽ ടു 4y പ്ലസ് 3 ബൈ 6x മൈനസ് 6 എന്നായിരിക്കും. അപ്പോൾ ആ എക്സിനെ നമുക്ക് എഫ് ഇൻവേഴ്സ് എക്സ് എന്ന് എഴുതാം. എന്നിട്ട് വൈയെ മാറ്റി എക്സ് ആക്കി കൊടുത്താൽ മതി. എന്ത് കിട്ടും? നമുക്ക് നമ്മുടെ ഫംഗ്ഷൻ എഫ് ഇൻവേഴ്സ് എക്സ് എന്നുള്ളത് കിട്ടും. ഓക്കെ അല്ലേ? ഇങ്ങനെയാണ് എഫ് ഇൻവേഴ്സ് എക്സ് കാണേണ്ടത്. ഓക്കെ. ഇനി നമുക്ക് എക്സസൈസ് നമ്പർ 1.3 തന്നെ 6th ക്വസ്റ്റ്യൻ കൂടി നോക്കാം. 6th ക്വസ്റ്റ്യൻ ഇതാണ്. ഷോ ദാറ്റ് f such that -1 closed interval to r given that f of x is equal to f of x തന്നിരിക്കുന്നത് x by x plus 2 എന്നാണ്. x by x plus 2 is 1 1. Find the inverse of the function. അപ്പോൾ
ഇതിൻ്റെ എന്ത് കാണണം, ഫൈൻഡ് ദ ഇൻവേഴ്സും കാണണം. ഇത് 1 ആണെന്ന് പ്രൂവ് ചെയ്യുകയും വേണം. നമ്മൾ 1 ആണെന്ന് എങ്ങനെയായിരുന്നു പ്രൂവ് ചെയ്യുന്നത്? x1 കൊടുക്കും, x2 കൊടുക്കും, ഇല്ലേ? ഇവിടെയും അതുപോലെ തന്നെ ചെയ്യാം. x1 + 2 ഇത് 1 ആണെന്ന് പ്രൂവ് ചെയ്യാനാണ്. 1 ആണെന്ന് പ്രൂവ് ചെയ്യുകയും വേണം. പിന്നെ എന്താ, ഇൻവേഴ്സും കാണും, എഫ് ഇൻവേഴ്സും കാണും. അപ്പോൾ എഫ് ഓഫ് x2 എന്ന് പറയുന്നത് എന്ത് കിട്ടും? x2 + x2 + 1 x2 + 2. അതായത് എക്സിൻ്റെ പ്ലേസിൽ എല്ലാം x1ഉം x2ഉം കൊടുത്തു, fx1 എഴുതി, fx2 എഴുതി. ഇനി നമുക്ക് എന്ത് വേണം? 1 ആണെങ്കിൽ എന്തായിരിക്കും? ഈ fx1ഉം fx2ഉം ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണോ നോക്കാം. എഫ് ഓഫ് x1, അപ്പോൾ നമുക്ക് അങ്ങനെയാണെങ്കിൽ എന്ത് വരും? x1 / x1 + 2 = x2 / x2 + 2 എന്ന് വരണം, ഇല്ലേ? അങ്ങനെയാണെങ്കിൽ എന്താ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം രണ്ടും കൂടി. അപ്പോൾ x1 × x2 + 2 = x2 × x1 + 2 എന്ന് വരും, ആണോ? അങ്ങനെയാണെങ്കിൽ എന്താ, ഇതിനെ ഇൻറ്റു ചെയ്താൽ എന്ത് വരും? x1 x2 + 2x1 = x1 x2 + 2x2 എന്ന് വരും, ആണല്ലോ? ഈ x1 x2 പോയില്ലേ? ഇനി എന്തുണ്ട്? 2x1 = 2x2 എന്നുണ്ട്. ദാറ്റ് മീൻസ് എന്താ, x1 = x2. x1 = x2 എന്ന് കിട്ടിയില്ലേ? ഇവിടെ എന്ത് കിട്ടും? 2x1 = 2x2. സോ x1 = x2 എന്ന് കിട്ടും. x1 = x2 എന്ന് കിട്ടും. സോ ഇറ്റ് ഈസ് 1 ഫംഗ്ഷൻ. അപ്പോൾ 1 ആണോ എന്നുള്ളത് മുന്നേ നമ്മൾ ചെയ്ത പോലെ തന്നെയാണ്. എന്താ ചെയ്യേണ്ടത്? എഫ് ഓഫ് എക്സ് എടുക്കുക, x/x + 2 എഴുതുക. എഫ് ഓഫ് x1 എന്നുള്ളത് എഫ് ഓഫ് x1ഉം എഫ് ഓഫ് x2ഉം എടുക്കണം. x1/x രണ്ടിൻ്റെ പ്ലേസിൽ x1ഉം x2ഉം കൊടുക്കുക. എന്നിട്ട് രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്യുക, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പം x1 = x2 എന്ന് കിട്ടും. സോ ഇറ്റ് ഈസ് 1 ഫംഗ്ഷൻ. ഇനി എന്താ വേണ്ടത്? ഇനി ഇതിൻ്റെ ഇൻവേഴ്സ് ആണ് വേണ്ടത്. ഇതിൻ്റെ ഇൻവേഴ്സിനെ എങ്ങനെ കാണും? ഇനി അടുത്തൊരു പാർട്ടിൽ എന്താ പറയുന്നത്? അടുത്ത പാർട്ടെന്ന് പറഞ്ഞാൽ y = നമ്മൾ ഇൻവേഴ്സ് കാണാനായിട്ട് എന്ത് ചെയ്യും? x/x + 2 തന്നേക്കുന്ന ഫംഗ്ഷനെ y എന്നെടുക്കുക. എന്നിട്ട് അതിൽ നിന്ന് x ഫൈൻഡ് ചെയ്യുക. yx + 2y = x. എങ്ങനെ? ഇത് ഇൻറ്റു ചെയ്തതാണ് കേട്ടോ. y = x/x + 2. ഇനി yx + 2y = x. ഇനി എക്സിൻ്റെ ടേം എല്ലാം ഒരുമിച്ച് കൊണ്ടുവന്നാലോ എന്ത് വരും? yx - x = -2y എന്ന് വരും, അല്ലേ? അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, മൈനസ് ഒരുപാട് വരുത്തണ്ട, നമുക്കിതിനെയും കൂടി അപ്പുറത്തോട്ട് പോകാം. അപ്പോൾ എന്ത് വരും? 2y = x - yx. അപ്പോൾ x × 1 - y = 2y, അല്ലേ? ഇനി ഇതിൽ നിന്ന് x എന്ത് കിട്ടും? 2y/1 - y. 2y/1 - y എന്ന് വരും. ഇതെന്താണ്? ഇതിപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇനി ഇതിപ്പോൾ കിട്ടിയിരിക്കുന്നത് എഫ് ഇൻവേഴ്സ് y ആണ്. 2y/1 - y ഈ കിട്ടിക്കഴിഞ്ഞാൽ, ഈ എക്സ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എഫ് ഇൻവേഴ്സ് എക്സ് എന്ന് എഴുതാം. എഫ് ഇൻവേഴ്സ് എക്സ് = 2x/1 - x. ഇതായിരിക്കും എഫ് ഇൻവേഴ്സ് എക്സ്. അപ്പോൾ ആദ്യം എന്താണ്, ഏതിൻ്റെ ആയാലും എഫ് ഇൻവേഴ്സ് എക്സ് എങ്ങനെ കാണും? തന്നിരിക്കുന്ന ഫംഗ്ഷൻ ദാറ്റ് ഈസ് ഈക്വൽ ടു y എന്നെടുക്കുക. y = തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്താ, ഗിവൺ ഫംഗ്ഷനെ y = എന്നെടുക്കുക. എന്നിട്ട് ഇതിൽ നിന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എക്സ് എന്താണെന്ന് കണ്ടുപിടിക്കുക. ഓക്കെ, എക്സ് എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് ഇതൊന്നും എഴുതണ്ട, എക്സ് എന്താണെന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ എക്സ് എന്ത് കിട്ടും? 2y/1 - y എന്ന് കിട്ടും ഈ ഫംഗ്ഷനിൽ. ഇനി ഈ എക്സിനെ എഫ് ഇൻവേഴ്സ് ആയിട്ട് എഴുതുക, ഈ വൈയെ എക്സ് ആയിട്ട് എഴുതുക. അതാണ് ഈസി വേ. ഈ എക്സിനെ എന്തെഴുതണം? എക്സിനെ മാറ്റി എഴുതേണ്ടത് എഫ് ഇൻവേഴ്സ് എക്സ് എന്ന. ഈ വൈയെ എന്തെഴുതണം? വൈയുടെ പ്ലേസിലെല്ലാം എക്സും ഇട്ട് കൊടുക്കുക. അത് തന്നെയാണ് എഫ് ഇൻവേഴ്സ് എക്സ്. ഓക്കെ, എഫ് ഇൻവേഴ്സ് എക്സിൽ കൺഫ്യൂഷനൊന്നും വേണ്ട, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒന്ന് മാത്രം ലാസ്റ്റ് നിങ്ങൾ അപ്ലൈ ചെയ്താൽ മതി. ആദ്യം തന്നിരിക്കുന്ന ഫംഗ്ഷനെ വൈ എന്നെടുക്കുക, അതിൽ നിന്ന് എക്സ് എന്താണെന്ന് ഫൈൻഡ് ചെയ്യുക. എക്സ് എന്താണെന്ന് ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ എക്സിൻ്റെ പ്ലേസിൽ എഫ് ഇൻവേഴ്സ് എക്സ് എന്നും കൊടുക്കണം, വൈ എല്ലാം എക്സ് ആയിട്ടും കൺവേർട്ട് ചെയ്യണം.
ഓക്കെ, അപ്പോഴേക്കും എന്ത് കിട്ടും? എഫ് ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു 2x/1 - x. ഇത് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തെറ്റില്ല. അല്ലെങ്കിൽ ടെക്സ്റ്റിലും ഒക്കെ ഉള്ളത് കൺഫ്യൂഷൻ ആവുന്ന രീതിയിലാണ്. അപ്പോൾ ഇങ്ങനെ മാത്രം ചെയ്യുക. എന്താണ് എക്സ് എന്ന് എഴുതുക, ഈ എക്സിനെ എഫ് ഇൻവേഴ്സ് എക്സ് എന്ന് എഴുതണം, വൈ എവിടെ കൊണ്ടോ അത് എക്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ കിട്ടുന്നതായിരിക്കും നമ്മുടെ എഫ് ഇൻവേഴ്സ് എക്സ്. ഓക്കെ.